ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. 2025 ധനകാര്യ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന് സംവരണം നൽകണമെന്ന പ്രസ്താവനയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ജീനോമിക്സും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ച് ക്ഷയരോഗ ചികിത്സ സാധ്യമാക്കുന്ന പദ്ധതി വൈകാതെ നടപ്പാക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തെ ചെറുക്കാൻ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനൊരുങ്ങി കേരള സർക്കാർ. ഐപിഎല്ലിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. ഭുവനേശ്വറിലെ ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ ഗവർണർ ഹരിബാബു കമ്പംപതിയും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ചേർന്ന് സ്വീകരിച്ചു. നയാഗഡ് ജില്ലയിലെ നിലമബാധാബ് ക്ഷേത്രം രാഷ്ട്രപതി ഇന്ന് സന്ദർശിച്ചു. കാലിയപ്പള്ളിയിലെ ഭാരതീയ ബിശ്വ ബസു ഷബർ സമാജത്തിന്റെ സ്ഥാപക ദിന പരിപാടിയിലും ശ്രീമതി മുർമു പങ്കെടുത്തു. നാളെ രാവിലെ രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും. ഇന്ന് രാവിലെ ഛത്തീസ്ഗഡ് നിയമസഭയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി സഭയെ അഭിസംബോധന ചെയ്തിരുന്നു. ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന് സംവരണം നൽകുന്നതിനായി ഭരണഘടനയിൽ മാറ്റം വരുത്തണമെന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ പ്രസ്താവനയെ ചൊല്ലി ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധമുയർന്നു. ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ സഭാ നടപടികൾ 2 തവണ നിർത്തിവച്ചപ്പോൾ രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തുടർന്ന് ലോക്സഭ വീണ്ടും ചേരവെ കർണാടക ഉപമുഖ്യമന്ത്രിയുടെ സംവരണം സംബന്ധിച്ച പ്രസ്താവനയിലൂടെ കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിക്കുകയാണെന്ന് രാജ്യസഭാ നേതാവ് ജെ പി നഡ്ഡ ആരോപിച്ചു. എന്നാൽ നഡ്ഡയുടെ ആരോപണം പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തള്ളി. വിവാദപരമായ പ്രസ്താവന നടത്തിയ ഡി കെ ശിവകുമാറിനെ ഭരണഘടനാ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. അതിനിടെ എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണ വികസന ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ബിൽ രാജ്യസഭ നേരത്തെ പാസാക്കിയിരുന്നു. 2025 ധനകാര്യ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ജിഎസ്ടി വ്യവസ്ഥ സങ്കീർണമാണെന്ന് ബിൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസ് എംപി ശശി തരൂർ പറഞ്ഞു. സർക്കാരിന് നികുതി അടയ്ക്കുന്ന സാധാരണക്കാർക്ക് ആശ്വാസം ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ മുന്നേറുകയാണെന്ന് ചർച്ചയിൽ ബിജെപി എംപി നിഷികാന്ത് ദുബെ പറഞ്ഞു. ഓൺലൈൻ ഗെയിമിംഗിന്റെ അനിയന്ത്രിതമായ വളർച്ച തടയുന്നതിനായി 28% ജിഎസ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച് ശശി തരൂർ എംപി വയനാടിനുള്ള കേന്ദ്ര സഹായം ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും അടിയന്തര ഇടപെടലിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും നടപടിയുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുനരധിവാസത്തിനായി 2000 കോടിയോളം രൂപയുടെ പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നതാണെന്നും എംപി വ്യക്തമാക്കി. Wayanad's landslide victims are still waiting for aid that never seems to arrive, despite the Kerala High Court actually urging the government for immediate action. The state government conducted a post-disaster needs assessment and estimated that 2,220 crores was required for recovery and reconstruction, submitted to the centre on November 13th, 2024. Nothing has come. And this is supposed to be urgent disaster relief. ആശാപ്രവർത്തകർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് നൽകുന്നില്ലെന്നും ശ്രീ തരൂർ ചൂണ്ടിക്കാട്ടി. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് അനധികൃതമായി കണ്ടെത്തിയ പണം തിരിച്ചുപിടിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ, സഭാ നേതാവ് ജെ പി നഡ്ഡ, പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി ചർച്ച നടത്തി. രാജ്യസഭാ ചെയർമാന്റെ ചേംബറിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. രാജ്യസഭയിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിഷയം ഉന്നയിച്ച സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. പണം കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീ ധൻകർ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടി ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ ഉടനടി നടപടി സ്വീകരിച്ചതിന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെ ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ക്ഷയരോഗത്തിന് കാരണമാകുന്ന അണുവിന്റെ 10,000 ഐസൊലേറ്ററുകളുടെ ജീനോം സീക്വൻസിംഗ് പൂർത്തിയായതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്.
ഈ വർഷത്തെ ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം. ജീനോമിക്സും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ച് ക്ഷയരോഗ ചികിത്സ നടപ്പിലാക്കുകയാണ് ഇത് ലക്ഷ്യമിടുന്നത്. 2030ഓടെ രാജ്യത്ത് ക്ഷയരോഗ വ്യാപനം 90% കുറയ്ക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. 2025ഓടെ രാജ്യത്തെ ക്ഷയരോഗമുക്തമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായും ജിതേന്ദ്ര സിംഗ് കൂട്ടിച്ചേർത്തു. പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശമ്പളം, പ്രതിദിന അലവൻസ്, പെൻഷൻ എന്നിവയിലാണ് വർദ്ധനവ്. എംപിമാരുടെ പ്രതിമാസ ശമ്പളം 1 ലക്ഷം രൂപയിൽ നിന്ന് 1.24 ലക്ഷം രൂപയായും പ്രതിദിന അലവൻസ് 2000 രൂപയിൽ നിന്ന് 2500 രൂപയായും ഉയർത്തി. അംഗങ്ങൾക്കും മുൻ പാർലമെന്റ് അംഗങ്ങൾക്കുമുള്ള പ്രതിമാസ പെൻഷൻ 25,000 രൂപയിൽ നിന്ന് 31,000 രൂപയായും പരിഷ്കരിച്ചു. 2023 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. 1882ൽ ഡോക്ടർ റോബർട്ട് കോച്ച് TB ബാക്ടീരിയ കണ്ടെത്തിയതിന്റെ സ്മരണയിലാണ് ദിനാചരണം. അതെ, ക്ഷയരോഗം തുടച്ചു നീക്കാം, പ്രതിജ്ഞാബദ്ധരാകുക, പ്രയത്നിക്കുക, നടപ്പാക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വിശാഖപട്ടണത്താണ് മത്സരം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് ഉള്ളി കയറ്റുമതിക്കുള്ള 20% തീരുവ നിർത്തലാക്കിയതായി അദ്ദേഹം അറിയിച്ചു. കയറ്റുമതി തീരുവ നീക്കം ചെയ്യുക വഴി ആഗോള വിപണികളിൽ നികുതിരഹിതമായി ഉള്ളി എത്തിക്കാനും കർഷകർക്ക് ആദായകരമായ വില ഉറപ്പാക്കാനും സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉത്തരവ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. किसान को लाभकारी मूल्य देना मोदी सरकार की प्राथमिकता है, प्रतिबद्धता है। और अब ये फैसला किया है कि प्याज के एक्सपोर्ट पर अब कोई एक्सपोर्ट ड्यूटी नहीं लगेगी, ताकि हमारे किसानों द्वारा मेहनत से उपजाया हुआ प्याज दुनिया के बाजारों में बिना एक्सपोर्ट ड्यूटी के जाए और किसानों को अच्छे लाभकारी मूल्य मिल पाए. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തെ ചെറുക്കാൻ കേരള സർക്കാർ അതിവിപുല ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപരേഖ തയ്യാറാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ജനങ്ങളെയും വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ചുള്ള ക്യാമ്പയിനിലാണ് സർക്കാർ നേതൃത്വം നൽകുക. ഈ മാസം 30-ന് വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമ, സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക, രക്ഷാകർതൃ സംഘടനകളുടെയും യോഗം ചേർന്ന് കർമ്മ പദ്ധതി തയ്യാറാക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ രൂപരേഖ തയ്യാറാക്കാനായി വിവിധ വകുപ്പുകൾ ചേർന്ന് സമിതി രൂപീകരിക്കും. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ വിവിധ വിഷയങ്ങളിലെ വക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥാണ് നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധികൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി ആരോഗ്യ മേഖലയെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് മന്ത്രി MB രാജേഷ് മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് വക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റു. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന BJP സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. വികസിത കേരളമാണ് ലക്ഷ്യമെന്നും കഴിവും നിക്ഷേപവും സംയോജിപ്പിക്കുന്നതിലൂടെ ഇത് സാധ്യമാകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി റഷ്യ അമേരിക്ക നയതന്ത്രതല ചർച്ച ആരംഭിച്ചു. സൌദി അറേബ്യയിലെ റിയാദിൽ നടക്കുന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ജിദ്ദയിൽ നടന്ന US യുക്രൈൻ ആദ്യ റൌണ്ട് ചർച്ചകളുടെ തുടർച്ചയാണ് ഇത്. ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫലപ്രദമായിരുന്നെന്നും യുക്രൈൻ പ്രതിനിധി പറഞ്ഞു. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കേരള വികസന മാതൃക അവതരിപ്പിക്കാൻ സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹരിത കേരള മിഷൻ പരിസ്ഥിതി സംഗമം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ ദൂഷ്യവശങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. 2025ലെ ധനകാര്യ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന് സംവരണം നൽകണമെന്ന പ്രസ്താവനയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ജീനോമിക്സും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ച് ക്ഷയരോഗ ചികിത്സ സാധ്യമാക്കുന്ന പദ്ധതി വൈകാതെ നടപ്പാക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്.
വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തെ ചെറുക്കാൻ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനൊരുങ്ങി കേരള സർക്കാർ. ഐപിഎല്ലിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.